ഉത്തരേന്ത്യയിൽ കാലവർഷക്കെടുതി രൂക്ഷമായി തുടരുന്നു. ഡൽഹിയിലെ വെള്ളക്കെട്ടിൽ വീണ് 3 കുട്ടികൾ മരിച്ചു. ഹരിദ്വാറിൽ 3 പേര് മരിച്ചു, 2 പേർ കുട്ടികൾ. ഹരിദ്വാറിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വാഹനങ്ങൾ ഇന്നലെ ഒഴുകിപ്പോയി എന്ന നടുക്കുന്ന വാർത്തയുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനീത VG മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് വിനീത. സങ്കടകരമായ വാർത്തയുടെ വിശദാംശങ്ങൾ എങ്ങനെ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ ശക്തമായിട്ടുള്ള മഴയിൽ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ ഈ മഴക്കെടുതികൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായും ലഭ്യമായിരിക്കുന്നത് ഡൽഹിയിലെ വെള്ളക്കെട്ടിൽ 3 പേർ കൂടി മുങ്ങി മരിച്ചു എന്നുള്ളതാണ്. ഇന്നലെ 6 പേർ അപകടത്തിലൊക്കെയായി മരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോൾ 3 പേർ കൂടി മരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതിൽ 2 പേർ കുട്ടികൾ കൂടെയാണ്. സമയപ്പൂർ ബദലിയിലാണ് 12 വയസ്സുകാരായ 2 കുട്ടികൾ മുങ്ങി മരിച്ചത്. ഒപ്പം തന്നെ ഷാലിമാർ ബാഗിൽ 20 വയസ്സുകാരൻ കൂടി മുങ്ങി മരിച്ചു. ഇങ്ങനെ ഡൽഹിയിലെ ഈ മഴക്കെടുതിയിൽ മരണം 11 ആയിരിക്കുന്നു. ഒപ്പം തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ കാലവർഷം രൂക്ഷമായി തന്നെ ഈ കാലവർഷക്കെടുതികൾ തുടരുന്നു. വരും മണിക്കൂറുകളിലും ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഞാനിപ്പോൾ നിൽക്കുന്നത് യമുന തീരത്താണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ജലനിരപ്പ് ഇങ്ങനെ ഉയരുകയാണ്. വരും മണിക്കൂറുകളിലും ശക്തമായിട്ടുള്ള മഴ പല ഇടങ്ങളിലേക്കും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉത്തരാഖണ്ഡിലും സ്ഥിതിഗതികൾക്ക് മാറ്റമില്ല. ഇന്നും ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. കാലവർഷം ജൂലൈ 4 വരെ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ശക്തമായിട്ടുള്ള മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇതിൽ 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മഴയിൽ ക്ഷേത്ര നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ അറിയിച്ചിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ റോഡിന്റെ പലയിടങ്ങളിലും ഈ കുഴികളൊക്കെ രൂപപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഡൽഹിയിലും മഴയ്ക്ക് ഇപ്പോൾ രാവിലെ ഒരു അല്പം ശമനമുണ്ട് എങ്കിൽ പോലും ഈ റോഡിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിപ്പോഴുമുണ്ട്. പലയിടങ്ങളിലും ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കു പടിഞ്ഞാറ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. SK. ഓക്കെ, താങ്ക് യു വിനീത VG. എന്തായാലും സങ്കടകരമായ വാർത്തയാണ് വിനീത നമ്മളുമായി പങ്കുവച്ചത്. വെള്ളക്കെട്ടിൽ വീണ് 3 പേർ മരിച്ചു, 2 പേർ കുട്ടികളാണ്. സങ്കടമുള്ള വാർത്തയാണ്. ലിച്ചി പറയുന്നത് ഗുഡ് മോർണിംഗ്. 24-ലെ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഹാപ്പി സൺഡേ. തിരിച്ച് താങ്കൾക്കും ഒരു ഹാപ്പി സൺഡേ. ഞങ്ങൾ പള്ളിയിൽ പോകുന്നു. എൻ്റെ മെസ്സേജ് ഒന്നും സാർ വായിക്കുന്നില്ല, കുറച്ച് വിഷമമുണ്ട്. ലിച്ചി അങ്ങനെ വിഷമിക്കരുത്. ഒരുപാട് വാർത്തകൾ വന്ന് അതിൻ്റെ തള്ളിക്കയറ്റം, അതിൻ്റെ വാർത്താ പ്രളയമാണ്. അപ്പം നമുക്ക് ചിലപ്പോഴൊക്കെ ഈ സന്ദേശങ്ങൾ ഒരുപാട് ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നതാണ്. പക്ഷേ നമ്മളൊരു കുടുംബക്കാരല്ലേ, നമ്മൾ അഥവാ അല്പം ഒന്ന് വിണങ്ങിയാലും നമ്മൾ പിന്നീട് ഇണങ്ങും എന്നല്ലേ അതിൻ്റെ തിയറി. അപ്പോൾ തോമസ് ജോർജ് പറഞ്ഞു ലിസി പോയിട്ട് വാ, SKN പിന്നീട് വായിച്ചോളും. അതാണ് കറക്റ്റ്. ഇടയ കന്യകയെ പോവുക നീ എന്നുള്ള ദാസേട്ടൻ്റെ പാട്ട് പോലും ഞാനിപ്പോൾ ഓർമ്മിച്ചു പോകുന്നു. അബ്ദുൽ ഖാദർ പറഞ്ഞു TV ക്ലിയർ ആകുന്നില്ല, 24 പ്രത്യേകിച്ചും. താങ്കൾ ഒരു കാര്യം, ഒരു ഇന്ത്യൻ ടെക്നോളജി ഉപയോഗിക്കുക, ഒന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ട്യൂൺ ചെയ്ത് ഓൺ ചെയ്ത് നോക്കുക. മിക്കവാറും അത് ശരിയാക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഏത് കേബിളിലാണ് ഈ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേബിൾ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെടാൻ കഴിയും. അജി സോൾമേറ്റ്സ് പറഞ്ഞ SKN കപ്പ് അടിച്ചെടുത്തത് കേട്ടിട്ടുണ്ട്, കപ്പ് എറിഞ്ഞിട്ടത് കേട്ടിട്ടുണ്ട്. പക്ഷേ കപ്പ് പിടിച്ചെടുത്തത് ആദ്യമായി ഇന്നലെ കണ്ടു. ഇന്ത്യ അഭിമാനം. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ടീമിനെ അഭിനന്ദിക്കുന്നുണ്ട്. 140 കോടി മനുഷ്യരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ടീം എന്നൊക്കെ പറയുന്നു. സന്തോഷം നമുക്ക്. യഥാർത്ഥ ഇന്നലെയും കാണും തോൽവി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമായിരുന്നു. കാര്യം നമ്മൾ വളരെ പേട്രിയോട്ടിക്കായിട്ട് ക്രിക്കറ്റിനെ കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വിക്രമമുള്ള ചോദിക്കുന്നു വിനീതയെ ഭർത്താവിൻ്റെ അടുത്തേക്ക് വിട്ടുവെന്ന് ചോദിക്കുന്നു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്?